എന്റെ തെങ്ങുകൾ തുടക്കത്തിൽ നന്നായി ഫലം കായ്ച്ചിരുന്നെങ്കിലും പിന്നീട് അവയ്ക്ക് അമിതമായി ഇളം കായ്കൾ, കുറുമ്പ്, കൊഴിഞ്ഞുപോയതിനാൽ വിളവ് കുറഞ്ഞു. ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നതിനിടയിൽ ഞാൻ കൊക്കോമാക്സ് എന്ന ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങി. സ്ഥിരവും ശരിയായതുമായ പ്രയോഗത്തിന് നന്ദി. ഇളം കായ്കൾ കൊഴിഞ്ഞുപോകുന്നത് കുറഞ്ഞു, കായ്കൾ രൂപപ്പെടുന്നത് മെച്ചപ്പെട്ടു, മരങ്ങൾ ശക്തമായി വളർന്നു. നിലവിൽ എനിക്ക് ഓരോ മരത്തിൽ നിന്നും 30 മുതൽ 75 വരെ തേങ്ങകൾ ലഭിക്കുന്നു. മികച്ച വിളവ് നൽകുന്നു. കുലകൾ ശക്തവും ഉറപ്പുള്ളതുമായി തുടരുന്നു. ഇത് തേങ്ങകൾ അകാലത്തിൽ കൊഴിഞ്ഞുപോകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. കൂടാതെ മരങ്ങളുടെ ഇലകൾ സമൃദ്ധവും ആരോഗ്യകരവുമായി തീർന്നിരിക്കുന്നു. പുതിയ ചിനപ്പുപൊട്ടലിന്റെ വളർച്ച അസാധാരണമാണ്. എന്റെ പേര് സേവ്യർ എന്നാണ്. ഞാൻ രാമനാഥപുരം ജില്ലയിലെ കീലകരയിൽ നിന്നു അള്ളയാളാണ്. എനിക്ക് ഏകദേശം 10 സെന്റ് ഭൂമി സ്വന്തമായുണ്ട്. കുട്ടിക്കാലം മുതൽ മരങ്ങൾ, ചെടികൾ, വള്ളികൾ എന്നിവ നട്ടുവളർത്തുന്നതിൽ എനിക്ക് ആഴമായ അഭിനിവേശമുണ്ടായിരുന്നു. തൽഫലമായി 2011 മുതൽ ഞാൻ മറ്റു ചില ഇനങ്ങൾക്കൊപ്പം തെങ്ങുകളും വളർത്തിവരുന്നു. തുടക്കത്തിൽ മരങ്ങൾ ഫലം കായ്ക്കുമെങ്കിലും ഒരു കുലയിൽ സ്പാഡിക്സ് 4-5 ഇളം കായ്കൾ മാത്രമേ അവശേഷിക്കൂ. പല സന്ദർഭങ്ങളിലും 50 മുതൽ 75 വരെ ഇളം കായ്കൾ തുടക്കത്തിൽ രൂപം കൊള്ളുമെങ്കിലും അവയെല്ലാം ഒടുവിൽ വാടി നിലത്തു വീഴും. എന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ, ഞാൻ ദിവസവും നനച്ചു വളർത്തിയ മരങ്ങൾ ഈ രീതിയിൽ പാഴാകുന്നത് കാണുന്നത് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. തൽഫലമായി ഞാൻ തുടക്കത്തിൽ വേപ്പിൻ പിണ്ണാക്ക്, ആട്ടിൻ കായ തുടങ്ങിയ ജൈവ വളങ്ങളിലേക്ക് തിരിഞ്ഞു. ഇത് നല്ല ഫലങ്ങളും കുറച്ചു മാസത്തേക്ക് മാന്യമായ വിളവും നൽകി. എന്നിരുന്നാലും ഫലം കൊഴിച്ചിൽ പ്രശ്നം ഒടുവിൽ ഉയർന്നുവന്നു. ഈ ഘട്ടത്തിലാണ് ഫേസ്ബുക്കിലൂടെ കൊക്കോമാക്സിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അന്വേഷണത്തിനായി ഞാൻ ഉടൻ അവരെ സമീപിച്ചു. അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഞാൻ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങി. 1 ലിറ്റർ വെള്ളത്തിന് 100 മില്ലി ഉൽപ്പന്നം കലർത്തി ഞാൻ ഒരു ലായനി തയ്യാറാക്കി മരങ്ങളുടെ ചുവട്ടിൽ ഒഴിച്ചു. ഞാൻ ഈ പ്രയോഗം 4 തവണ ആവർത്തിച്ചു. 3ാമത്തെ പ്രയോഗത്തോടെ എനിക്ക് ഒരു പ്രധാന പോസിറ്റീവ് മാറ്റം കാണാൻ കഴിഞ്ഞു. മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇനി ഫലം കൊഴിച്ചിൽ ഉണ്ടായില്ല. പകരം ഇളം കായ്കൾ ഉറച്ചുനിന്നു, തേങ്ങകൾ വളരാനും തുടങ്ങി. മുമ്പ് ഒരു മരത്തിൽ നിന്ന് 5 മുതൽ 10 വരെ കായ്കൾ മാത്രമേ വിളവ് ലഭിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അത് 30നും 50നും ഇടയിൽ കായ്കൾ ഉത്പാദിപ്പിക്കുന്നു. മുമ്പ് മരങ്ങളുടെ ഇലകൾ മഞ്ഞയും കറുപ്പും നിറമായിരുന്നു. കൂടാതെ വെള്ളീച്ചകളുടെയും കറുത്തീച്ചകളുടെയും ആക്രമണം രൂക്ഷമായിരുന്നു. എന്നിരുന്നാലും ഈ ഉൽപ്പന്നം പ്രയോഗിച്ചതിനുശേഷം ഇലകൾ പച്ചയായി മാറി, മരങ്ങൾ ശക്തമായി വളരാൻ തുടങ്ങി. ഒരു പ്രത്യേക മരത്തിന് പുഴുശല്യമുണ്ടായിരുന്നു. കീടങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ അത് ചികിത്സിക്കുകയും പിന്നീട് അത് ശരിയായി പരിപാലിക്കുകയും ചെയ്തു. തൽഫലമായി ആ മരം നിലവിൽ മികച്ച അവസ്ഥയിലാണ്. ഈ ഉൽപ്പന്നം തെങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കസ്റ്റാർഡ് ആപ്പിൾ, തക്കാളി, വാഴപ്പഴം, കുരുമുളക്, മരച്ചീനി എന്നിവയുൾപ്പെടെ വിവിധതരം വിളകളിൽ ഇത് പ്രയോഗിക്കാൻ കഴിയും. ഞാൻ മരച്ചീനി വെട്ടിയെടുത്ത് ചെറിയ അളവിൽ ഈ ഉൽപ്പന്നം പ്രയോഗിച്ചു. അത് മികച്ച വളർച്ചയ്ക്ക് കാരണമായി. മുൻപ് 2 മാസത്തിലൊരിക്കൽ ഒരു കായ മാത്രമേ ഞാൻ വിളവെടുത്തിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ ഒറ്റ പറിക്കലിൽ 12 മുതൽ 13 വരെ കായ്കൾ വിളവെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. കായ്കളുടെ ഗുണനിലവാരവും മികച്ചതാണ്. അവ പൊട്ടിക്കുമ്പോൾ ഉള്ളിലെ കായ കട്ടിയുള്ളതും ആരോഗ്യകരവുമായി കാണപ്പെടുന്നു. ഈ ഉൽപ്പന്നത്തിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ അകാല കായ്കൾ കൊഴിഞ്ഞുപോകുന്നത് ഗണ്യമായി കുറഞ്ഞു. ഇളം കായ്കൾ, കുറുമ്പായികൾ ഉറച്ചുനിൽക്കുന്നു. ഇത് കായ്കളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഓരോ മരവും 30 മുതൽ 50 വരെ കായ്കൾ വിളവ് നൽകാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല പുഴുക്കൾ, വെള്ളീച്ചകൾ, കറുത്തീച്ചകൾ തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം ഗണ്യമായി കുറഞ്ഞു. മരങ്ങളുടെ ഇലകൾ പച്ചയായി മാറിയിരിക്കുന്നു. അവയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെട്ടു. തെങ്ങുകളിൽ മാത്രമല്ല മറ്റു വിവിധ വിളകളിലും നല്ല ഫലങ്ങൾ കാണാൻ കഴിഞ്ഞു. വളരെ ചെറിയ അളവിൽ പ്രയോഗിച്ചാലും ഉയർന്ന വിളവ് നൽകാനുള്ള കഴിവാണ് ഈ ഉൽപ്പന്നത്തിന്റെ ഒരു ശ്രദ്ധേയമായ സവിശേഷത. തെങ്ങ് കർഷകരെ മാത്രമല്ല മറ്റെല്ലാ വിളകളുടെയും കൃഷിക്കാരെയും ഈ കൊക്കോമാക്സ് വളം ഉപയോഗിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് മികച്ച വിളവും ആരോഗ്യകരമായ സസ്യവളർച്ചയും ഉറപ്പാക്കും. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൽ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് സ്വയം പരീക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും.